പിന്നെ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ എല്ലാം ഞങ്ങളങ്ങോട്ട് ശരിയാക്കി കളയാം, ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. അങ്ങനെ ഭീഷണി നടത്തുന്ന BJP RSS ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോവേണ്ട കാര്യങ്ങളിൽ സ്കൂൾ നിയമപരമായി പോകും. അല്ലാതെ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ, പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, UDFൻ്റെ ജില്ലാ ചെയർമാൻ, അതുപോലെ ഈ സ്ഥാപനവുമായി ഞങ്ങളെല്ലാവരും നിരന്തരമായി പല വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളാണ്. ഞങ്ങൾക്കിതൊരു പുതിയ സ്ഥാപനമല്ല. എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം AEയോടെയും DOയുടെ ഒക്കെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ കാണാൻ സാധിച്ചില്ല. ബാക്കി എല്ലാ ആളുകളെയും കണ്ടു. അനസ്, കുട്ടിയുടെ പിതാവ് ആയിട്ട് സംസാരിച്ചു. അവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഒരു സെൻസിറ്റീവായ ഒരു രീതിയിലുമുള്ള കമൻറ്റുകളോ ഇടപെടലുകളോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വമേധയായിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ്, ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി പല വർഗീയ ശക്തികളും ഇപ്പോൾ ഈ വിഷയം, ഞാൻ ദുബായിലായിരുന്നു. ഞാൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ 4 മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇത് പല സാമൂഹ്യ മാധ്യമങ്ങളിലെയും സംഘടനകൾ എൻ്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയാണ്. അതായത് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും അതൊരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാടിന് ഒരു ദൗർഭാഗ്യകരമായൊരു സ്ഥിതിവിശേഷമായി ഇത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ചു. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട്. അവരുടെ വലിയ പിന്തുണയോടുകൂടി ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വർഗീയ സംഘർഷത്തിന് വിധേയമാകുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നത്തെ ചർച്ചയിലൂടെ ആ കുട്ടിയുടെ തുടർ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പായിട്ട് അല്ല, ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ, അധ്യാപകരോ മാനേജ്മെൻറ്റിൻ്റെ ആളുകളോ ഇല്ല. അവർ വന്നതിന് ശേഷം അവരവരുടെ തീരുമാനം വ്യക്തമാക്കും. കുട്ടിയുടെ പിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടുമാണ് പറഞ്ഞിട്ടുള്ളത്.